ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനമായ F-35B ലോകത്തെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വളരെ അപ്രതീക്ഷിതമായാണ് ശനിയാഴ്ച രാത്രി 10:30 അടിയന്തര അനുമതി തേടി ആ അതിഥി എത്തിയത്. ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനമായ F-35B ലോകത്തെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സുരക്ഷ ശക്തമാക്കിയാണ് യുദ്ധവിമാനത്തിന് റൺവേയിലിറങ്ങാൻ ഇന്ത്യ അനുമതി നൽകിയത്. ആദ്യമായാണ് വിദേശ വ്യോമസേനയുടെ യുദ്ധവിമാനം രാജ്യത്ത് അടിയന്തരമായി ഇറങ്ങുന്നത്. ബ്രിട്ടീഷ് നാവിക വിഭാഗമായ റോയൽ നേവിയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നേവിയും റോയൽ നേവിയും സംയുക്ത നാവിക അഭ്യാസം നടത്തിയിരുന്നു. പറന്നുയർന്ന വിമാനത്തിന് കാലാവസ്ഥ മോശമായതോടെ കപ്പലിലേക്ക് തിരിച്ചിറങ്ങാൻ സാധിക്കാതെ വരികയും കരയിൽ ഇറങ്ങുകയുമായിരുന്നു. സാധാരണഗതിയിൽ ഇന്ധനം കഴിഞ്ഞതിനെ തുടർന്നോ തകരാറുകൾ മൂലമോ യാത്രാ വിമാനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇത്രയേറെ നേരം നിലത്തിറക്കിയിടുന്നത് അത്ര സാധാരണമല്ല. എന്നാൽ ഒരു രാജ്യത്തിന്റെ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് അടിയന്തരമായി ഇറക്കുന്നത്, അതും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വിലയേറിയതെന്ന് കരുതപ്പെടുന്ന ഒരു യുദ്ധവിമാനം. ലോക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത F-35 ലൈറ്റനിങ് സെക്കൻഡ് സിംഗിൾ എഞ്ചിൻ ഹെൽത്ത് മൾട്ടിറോഡ് കോമ്പാക്ട് വിമാന കുടുംബത്തിലെ 5ാം തലമുറയാണ് ഇത്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് 50,000 അടി ഉയരത്തിൽ വരെ പറക്കാനാകും. 2018-ലാണ് F-35 വിമാനങ്ങൾ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. നിലവിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒന്നാണ് F-35 വിമാനങ്ങൾ. ബ്രിട്ടീഷ് F-35B എയർക്രാഫ്റ്റുകൾ നിരവധി അന്തർദേശീയ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ നടന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് വിന്യാസം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. റാഫ് മാഹുലും HMS ക്യൂൻ എലിസബത്തിലുമാണ് ഈ വിമാനങ്ങൾ സ്ഥിരമായി പ്രവർത്തിക്കുന്നത്. ആർട്ടിക്കിൽ നിന്ന് ദക്ഷിണ ചൈന കടൽ വരെയുള്ള പല മേഖലകളിലും നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനുകൾക്കായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. സെൻസർ ഫ്യൂഷൻ ടെക്നോളജി റഡാറിൽ നിന്ന് ഒഴിവാക്കാനാകും എന്നുള്ളതാണ് പഴയ തലമുറയിലെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പെട്ടെന്നുള്ള ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിംഗും സാധ്യമാകുന്ന ഈ യുദ്ധവിമാനം കാറ്റ്പൾസ് സിസ്റ്റമില്ലാതെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ശക്തിയേറിയ ലിഫ്റ്റ് ഫാനും പുറകിലെ റൊട്ടേറ്റിംഗ് എക്സോസ്റ്റുമാണ് ഈ കഴിവിന് പിന്നിലെ സാങ്കേതികത. F-35Bയുടെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇതിനെയാണ്. മെട്രോയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിന്റെ സംയോജനം F-35Bയുടെ പോരാട്ട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. F-35B ഉൾക്കൊള്ളുന്ന AN-BAR APG-81 AESA റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് ആംപ്യൂട്ട് സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക ഘടകങ്ങൾ പൈലറ്റുമാരെ 360 ഡിഗ്രി ബാറ്റിൽ ഫീൽഡ് നിരീക്ഷിക്കാൻ സാധ്യമാക്കുന്നു. ഈ മുഴുവൻ സെൻസറുകളും സെൻസർ ഫ്യൂഷൻ സിസ്റ്റത്തിലൂടെ സംയോജിപ്പിച്ച് ഒരു ഏകീകൃത ഡിസ്പ്ലേ ആയി പൈലറ്റിന് കാണിക്കുന്നു. അതുവഴി യുദ്ധത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഈ വിമാനം അത്യുത്തമമാണ്. 2025 മധ്യത്തോടെ UK 40-ലധികം F-35 വിമാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2033 ഈ സംഖ്യ കുറഞ്ഞത് 74 എത്തിക്കാനും ഭാവിയിൽ 138 വരെ ഉയർത്താനും ലക്ഷ്യമിടുന്നു. ബ്രിട്ടീഷ് F-35Bയിൽ AM-120 ആംറാം മിസൈലുകളും പേവേ 4 ലേസർ ഗ്രേഡ് ബോംബുകളും അടങ്ങിയ ആധുനിക ആയുധങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ വിമാനത്തിൽ മെറ്റിയോർ മിസൈലിന്റെ ഏകീകരണം അതിന്റെ വ്യാപ്തിയും തന്ത്രപരമായ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു. ഭാവിയിൽ F-35Bയുടെ കൂടെ ഡ്രോണുകളും സ്വയം നിയന്ത്രിത വ്യോമതാവളങ്ങൾക്കുമായി ബ്രിട്ടീഷ് നേവി തയ്യാറെടുക്കുന്നുണ്ട്. ഇത് വിവിധ മേഖലയിലുള്ള പോരാട്ടങ്ങളിൽ ബ്രിട്ടന്റെ ശക്തമായ നിലപാട് എടുത്തുകാട്ടാൻ സാധിക്കും. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കാൻ അനുമതി നൽകിയിരുന്നു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം 3 എഞ്ചിനീയർമാരും ഒരു പൈലറ്റും അടങ്ങിയ സംഘം ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ഇന്നലെയും വിമാനത്തിന് തിരിച്ചു പറക്കാനായില്ല. ഇന്നത്തോടെ തകരാറുകളെല്ലാം പരിഹരിച്ച് ബ്രിട്ടീഷ് F-35B തിരിച്ചു പോകുമെന്നാണ് കരുതുന്നത്.